آتيكم منها بقبس لعلي آتيكم منها بقبس أو أجد على النار هدى. പ്രിയമുള്ളവരെ, നല്ലൊരു ഖുർആൻ പാരായണം കേട്ടാൽ നിങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? സാധാരണ നമ്മൾ ഖുർആൻ അത് പാരായണം ചെയ്യപ്പെടുന്ന രീതിയിൽ, നിയമാനുസൃതമായിട്ടുള്ള രീതിയിൽ ഒരാൾ ഖുർആൻ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അതൊന്ന് കേട്ടിരിക്കാനായിട്ട് തോന്നും. അത് ഖുർആൻ ഇഷ്ടപ്പെടുന്നവരെ ആയിരുന്നാലും ഖുർആനെ സ്നേഹിക്കാത്തവരായിരുന്നാലും അതൊന്ന് കേട്ടിരിക്കും. കാരണം അത്രയുണ്ട് ഈ ഖുർആൻ പാരായണത്തിന്റെ മാസ്മരികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ചരിത്രത്തില് ഒന്നാം ഖലീഫ എന്നറിയപ്പെടുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ ഖുർആൻ പാരായണം കേൾക്കാനായിട്ടേ ഈ ശത്രുക്കള് അദ്ദേഹത്തിന്റെ വീടിന് ചുറ്റും ഒളിച്ചിരിക്കുമായിരുന്നു. കാരണം അത്രയ്ക്കും ആസ്വാദനമാണ് ഈ പാരായണം കൊണ്ട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ്. ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സ് വല്ലാണ്ട് കലുഷിതമാകുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ നല്ലൊരു ഖുർആൻ പാരായണം കേട്ട് കഴിഞ്ഞാൽ നല്ല ആശ്വാസം കിട്ടും. അവിടെ ഒന്ന് ശ്രമിച്ചു നോക്കിക്കോട്ടെ. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോയിൽ അങ്ങനെ ഒരു ഖുർആൻ പാരായണം ചെയ്യപ്പെടുന്ന ഒരു മോളെ കിട്ടിയിട്ടുണ്ട്. ആ മോളുടെ ഖുർആൻ പാരായണമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഹഫ്സ എന്നാണ് അവളുടെ പേര്. താനത്തുപറമ്പിൽ നൌഷാദ് വാഹിദ ദമ്പതികളുടെ രണ്ടാമത്തെ കുട്ടി. അവള് HSL 10ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അപ്പൊ ഇന്ന് ആ മോളുടെ ഖുർആൻ പാരായണം നമുക്കൊന്ന് കേൾക്കാം. القرآن لتشقى إلا تذكرة لمن يخشى تنزيلا ممن خلق الأرض والسماوات العلى الرحمن على العرش استوى له ما في السماوات وما في الأرض وما بينهما وما تحت الثرى وإن تجهر بالقول فإنه يعلم السر وأخفى الله لا إله إلا هو له الأسماء الحسنى وهل أتاك حديث موسى إذ رأى نارا فقال لأهلهم كثوا إني آنست نارا لعلي آتيكم منها بقبس أو أجد على النار هدى فلما أتاها نودي يا موسى إني أنا ربك فاخلع نعليك إنك بالواد المقدس طوى. അപ്പൊ എല്ലാവരും പാരായണം കേട്ടല്ലോ. വളരെ കുറച്ചേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നിങ്ങൾ പാരായണം ഒന്ന് ശ്രദ്ധിച്ചോ? അവള് പാരായണം ചെയ്തത് ഈ വേദഗ്രന്ഥത്തിൽ നോക്കിയിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. അതായത് ഖുർആനിൽ നോക്കാതെയാണ് പാരായണം ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള കാര്യം ഈ മോളെ കുറിച്ച് പറയാനുള്ളത് അവള് ഹാഫിളത്താണ് എന്നുള്ളതാണ്. ഹാഫിളത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഖുർആൻ മൊത്തം മനഃപ്പാടമാക്കിയിട്ടുള്ള ആളെയാണ് ഹാഫിളത്ത് എന്ന് പറയുക. ആ കുട്ടിയാണത്. ദൈവിക കടാക്ഷം കിട്ടിയ കുട്ടി എന്നൊക്കെ നമുക്ക് പറയാം. കാരണം എല്ലാവർക്കും സാധിക്കുന്ന ഒരു കാര്യമല്ല. അവരുടെ മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെട്ടിട്ടുള്ള മാതാപിതാക്കളാണ്. കാരണം അങ്ങനെ ഒരു മോള്, ആ മോള് ഖുർആൻ മൊത്തം കാണാതെ പഠിച്ചിട്ടുള്ള ഒരു കുട്ടിയാണ്. അവൾ നജാത്തുൽ ഇസ്ലാം ട്രസ്റ്റിന്റെ കീഴിലുള്ള ഹിഫ്ള് കോഴ്സിലാണ് അവൾ പഠിച്ചത്. 3 വർഷം കൊണ്ട് ഹിഫ്ള് കംപ്ലീറ്റ് ആകുകയും ചെയ്തു. അപ്പോൾ ഏതായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാം.